ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു പ്രത്യേക സംഭവ കഥയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന, അതായത് 12-ാം തീയതി നടന്ന വിമാന ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും നമ്മളാരും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവരും അതിനെക്കുറിച്ചുള്ള ചിന്തയിലും വിഷമത്തിലുമാണ്. അവരുടെ ആത്മാവിന് ശാന്തി നേരുന്നതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾക്ക് എത്രയും വേഗം ഈ അവസ്ഥ തരണം ചെയ്യാനുള്ള ശക്തി ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാണ്. അപ്പോൾ ഇതിനു മുമ്പ് റീസെൻ്റായിട്ട് നടന്ന വിമാനാപകടങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ ഈ ചിത്രത്തിൽ കാണിക്കുന്നത്, വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷെ പറയാൻ പോണ കഥയല്ല, സംഭവമാണ്. അത് 43 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് കേട്ടോ. 43 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിമാന ദുരന്തത്തെക്കുറിച്ചുള്ള സംഭവമാണ്. അന്ന് വിമാനങ്ങൾ ഇത്രയ്ക്കൊന്നും അഡ്വാൻസ്ഡ് അല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ വിമാനയാത്ര തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് 40 വർഷമാവും. ഓരോ യാത്രയിലും വിമാനത്തിൽ കയറിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുന്നത് വരെ നമുക്കൊരു മനസ്സിലൊരു ഭീതി തന്നെയാണ്, എന്താ സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ എന്നാലും ഞാൻ വിമാനയാത്രകൾ എൻജോയ് ചെയ്യാറുണ്ട്. ഇത് ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു സംഭവകഥയാണ്. സ്പീഡ് ബേർഡ് 9 എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ബോയിങ് 747 ജംബോ ജെറ്റ് വിമാനം, അത് ബ്രിട്ടീഷ് എയർവേസിൻ്റേതായിരുന്നു. വ്യോമഗതാഗത ചരിത്രത്തിലെ ഒരു വമ്പൻ ദുരന്തത്തിൻ്റെ പടിവാതിക്കൽ എത്തുകയും എന്നാൽ അതിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ രക്ഷപ്പെടുകയും ചെയ്ത അത്ഭുത സംഭവത്തിന് ഈ വിമാനവും അതിലെ യാത്രക്കാരും സാക്ഷികളായിട്ടുണ്ട്. 1982 ജൂൺ 24 അന്നായിരുന്നു ഈ സംഭവം. മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നും ഓസ്ട്രേലിയയിലെ പെർത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ഈ വിമാനം. ലണ്ടനിൽ നിന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലേക്ക് പോകുന്ന ഈ വിമാനത്തിന് മുംബൈ, കോലാലംപൂർ, പെർത്ത്, മെൽബൺ എന്നിവിടങ്ങളിലെല്ലാം സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ എറിക് മൂഡിയായിരുന്നു പൈലറ്റ്. അങ്ങനെ ആ ആകാശപ്പറവ പറന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെർത്തിലെത്താൻ ഇനി വെറും 5 മണിക്കൂർ യാത്രയുണ്ട്. 37,000 അടി പൊക്കത്തിലാണ് വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയൊക്കെ വളരെ ശാന്തമായിരുന്നു. വിമാനം ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിന് മുകളിലായി പറക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പ്രതിസന്ധി ഉടലെടുത്തത്. വിമാനത്തിൻ്റെ ജാലകങ്ങളിലെല്ലാം മിന്നൽ പോലെ ഒരു പ്രതിഭാസം. ഇടിമിന്നൽ കൊണ്ടോ അഗ്നിപർവ്വത സ്ഫോടനം കൊണ്ടോ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണിത്. ഇതിനെക്കുറിച്ച് ധാരാളം മിത്തുകളുണ്ട്. സെയിൻറ്റ് എൽമോസ് ഫയർ എന്നാണ് ഈ പ്രതിഭാസത്തിൻ്റെ പേര്. 2023 US എയർഫോഴ്സ് പൈലറ്റുമാർ ഈ പ്രതിഭാസത്തിൻ്റെ ചിത്രം ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഈ മിന്നൽ പിണറുകൾ കണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ 4 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകാൻ തുടങ്ങി. താമസിയാതെ 4 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രതിസന്ധി. വിമാനത്തിൽ നിന്ന് ജക്കാർത്ത എയർ ട്രാഫിക് കൺട്രോളിലേക്ക് സന്ദേശം പോയെങ്കിലും ആശയവിനിമയ തകരാർ മൂലം ജക്കാർത്ത എയർ കൺട്രോളിന് ഒന്നും മനസ്സിലായില്ല. തൊട്ടടുത്തുള്ള ഗരുഡ ഇന്തോനേഷ്യ വിമാനം സന്ദേശം മനസ്സിലാക്കി അവരെ വിവരം അറിയിച്ചു. തുടർന്ന് പൈലറ്റ് എറിക് മൂഡി യാത്രക്കാർക്കായി ആ സന്ദേശം നൽകി. പിൽക്കാലത്ത് വ്യോമഗതാഗത മേഖലയിൽ കൾട്ട് പരിവേഷം നേടിയ ഒരു സന്ദേശം. ഗുഡ് ഈവനിങ് മാന്യവനിതകളെ, മാന്യന്മാരെ, നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. വിമാനത്തിൻ്റെ 4 എഞ്ചിനും നിലച്ചിരിക്കുന്നു. ശരിയാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അമിതമായ സമ്മർദ്ദമൊന്നുമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതിസന്ധി ഘട്ടത്തിലും ക്യാപ്റ്റൻ പുലർത്തിയ മനസാന്നിധ്യത്തിൻ്റെ അടയാളമായ ആ സന്ദേശം പിന്നീട് ലോകപ്രശസ്തമായി. 37,000 അടിയിൽ നിന്ന് 12,000 അടിയിലേക്ക് താമസിയാതെ വിമാനം തെന്നിയിറങ്ങി. 15 മിനിറ്റുകൾ കൊണ്ടായിരുന്നു ഈ താഴേക്ക് ഇറക്കം. എല്ലാവരുടെയും ഹൃദയത്തിൽ പെരുമ്പറ മുഴങ്ങിയ നിമിഷങ്ങൾ. എന്നാൽ അപ്പോൾ ഒരു അത്ഭുതം നടന്നു. പൈലറ്റ് ഒന്നുകൂടി എൻജിൻ സ്റ്റാർട്ട് ചെയ്തു നോക്കി. അപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. താമസിയാതെ വിമാനം ജക്കാർത്തയിലെ വിമാനത്താവളത്തിൽ ഇറക്കി. പൈലറ്റിൻ്റെയും ജീവനക്കാരുടെയും മനസാന്നിധ്യവും ഭാഗ്യവുമാണ് അന്ന് ആ ജംബോ ജെറ്റ് വിമാനത്തെ രക്ഷിച്ചത്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ 43 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ സംഭവകഥയിലെ പ്രധാന കഥാപാത്രമായ ക്യാപ്റ്റൻ എറിക് മൂർ കഴിഞ്ഞ വർഷം 2024 മാർച്ച് 19 വളരെ സമാധാനമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു.
വ്യോമയാന മേഖല പല വിധത്തിലും മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഇപ്പോഴും ഇടയ്ക്കിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. സാങ്കേതിക തകരാറ് മൂലം ഇനിയൊരു വിമാനവും അപകടത്തിൽപ്പെടാതിരിക്കട്ടെ എന്നായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കണ്ട കേട്ടോ. കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്താൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ട്.